Hello guys. Welcome back to our new video. Night outing. നേരെ പോയി ഡിന്നർ കഴിക്കുക. ഡിന്നർ കഴിച്ചിട്ട് ഞങ്ങൾ പുതിയ നൈറ്റ് നോക്കിന് പോയി. പുതിയ ലുക്കിലാണ് ഇത് ഹെയർട്ടൊക്കെ ഇട്ട് ഒരു തായ് ലേഡി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഓ ദൈവമേ, ഇനി പൊങ്കാലകൾ ഞാൻ ഏറ്റുവാങ്ങണമല്ലോ എന്ന് ആലോചിക്കുകയാണ്. പൊങ്കാല ഏറ്റുവാങ്ങാനില്ല. ആൾക്കാർ പറയും സാരി ഉടുത്തില്ല, മുല്ലപ്പൂച്ചില്ല എന്നൊക്കെ പറയില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ വേണ്ട എന്താ, ഞാനൊരു ഭയങ്കര ഒരു വെസ്റ്റേൺ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. റെഡ് കളർ റെഡിൽ വാങ്ങി കുളിച്ച് ഞാനൊരു കായ് ലേഡി ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഞാൻ അങ്ങനത്തെ ഇടാറില്ല, അതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് വളരെ കുറവാണ്. കാരണം പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇട്ടാണ് മാറുന്നതെന്ന്. സോ ഒരു എക്സാക്ട്ലി റൈറ്റ്. ഓ ഗൈസ്, വീണ്ടും പോകുന്നില്ലല്ലേ ഇത്? ഓ ഗൈസ്, ഞാൻ ഡ്രസ്സ് മാറ്റി. എൻ്റെ മോഡൽ ഡ്രസ്സിൽ നിന്ന് മാറ്റി ബ്ലൂയിലേക്ക് മാറി. സോ ഐ എം നോട്ട് കംഫർട്ടബിൾ ഇൻ ദ റെഡ് ഡ്രസ്. സോ ഞാൻ ഇതാണ് എനിക്ക് കംഫർട്ടബിൾ, ഇതാണ് എൻ്റെ കംഫർട്ടബിൾ സോങ്. സോ ഈ സോങ് വിട്ടുള്ള കളിയില്ല. ആ റെഡ് എനിക്ക് ഒട്ടും ചേരാത്ത പോലെ തോന്നി. എനിക്ക് ഇങ്ങനെ പതിയെ കാലടി വെച്ച് നടക്കണം. സോ അത് പറ്റത്തില്ല, അതുകൊണ്ട് മാറ്റിയതാ കേട്ടോ. അങ്ങനെ മാറ്റിയത്. എൻ്റെ അഭിപ്രായം എന്താ? നമ്മൾ നേരെ വന്നത് വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. ഭയങ്കര ഇവിടെ എന്ന് വെച്ചാൽ പ്രത്യേക ഒരു വൈബാണ്. മ്യൂസിക്കും ഭയങ്കര തിരക്കും, എന്താ പറയുക, ആളുകളുടെ ഭയങ്കര തിരക്കും. ഒത്തിരി എന്താ പറയുക, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഫോറിനേഴ്സ്, ഇന്ത്യൻസ്, അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അതൊരു പ്രത്യേക ലോകമാണ് കേട്ടോ. അത് ശരിക്കും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെ. ഞങ്ങൾ ആക്ച്വലി വാക്കിംഗ് സ്ട്രീറ്റ് സ്റ്റാർട്ടിങ് മുതൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വരെ ഒന്ന് വാക്ക് ചെയ്തു. എന്നിട്ട് തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി. പക്ഷേ ഭയങ്കര ഓരോ സ്ഥലത്തു നിന്നും ഡിഫറെൻറ്റ് മ്യൂസിക്കുകൾ. പിന്നെ ഒറ്റയ്ക്ക് പോകുന്ന ആണുങ്ങളെയൊക്കെ ഇങ്ങനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്ന, ഇങ്ങനെ ആണുങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ബാറ്, പബ്ബ് അങ്ങനെ അതുപോലെ ഉണ്ട്. പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പബ്ലിക്കായിട്ടുള്ള, എന്താ പറയുക, പബ്ലിക് എന്ന് പ്രൈവറ്റ് ആയിട്ടുള്ള ബാറും കാര്യങ്ങളും പബ്ബ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ. പക്ഷെ നല്ല രസമുണ്ട്. ഭയങ്കര ലൈറ്റും, ഓരോ ബിൽഡിങ്ങിൽ നിന്നും ഓരോരോ മ്യൂസിക്കാണ് കേട്ടോ. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേ 2 വീഡിയോ ആരംഭിക്കാൻ പോവാണ് കേട്ടോ. തായ്ലാൻഡിലെ പട്ടായയിലെ. സോ രാവിലെ തന്നെ റെഡിയായി. ഇന്ന് ഭയങ്കര ജലദോഷത്തിൻ്റെ ആണോ തൊണ്ടയടപ്പിൻ്റെ ആണോ ഒന്നും അറിയില്ല. ഭയങ്കര ത്രോട്ട്സൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുന്നുണ്ട്. യെസ്റ്റർഡേ കാണിച്ച പോലെ ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് മീൻസ് സൺസ്ക്രീനും കേട്ടിട്ടുണ്ട്. ഇനിയൊരു ലിപ് ഔട്ട്ലൈനർ എടുക്കുന്നുണ്ട്, മാർസിൻ്റെ തന്നെ. അത് പറഞ്ഞു വേണം. ഇന്നലെ ഞങ്ങൾ ഈവനിങ്, കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈവനിങ് ഇവിടെ പോയിട്ടുണ്ട്, വാക്കിംഗ് സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഭയങ്കര എന്താ പറയുക, അത് വേറൊരു സ്ഥലമാണ്. ലൈക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ച് വന്ന് എല്ലാമൊക്കെ കഴിഞ്ഞ് ഫ്രഷൊക്കെ ആയി ഡിന്നർ കഴിക്കാൻ പോയപ്പോഴത്തേന് 9 മണിയായി. പിന്നെ അതിനുശേഷം ജസ്റ്റ് വാക്കിംഗ് സ്ട്രീറ്റിലും പോയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 10:45 എന്തോ ആയി ഇവിടുത്തെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നാണ് കിടന്ന് ഉറങ്ങിയത്. എന്നിട്ട് 5:45 ഇപ്പോൾ എണീറ്റ് വേക്കപ്പ് കോൾ വെച്ചിട്ട് കിടന്നു. എന്നിട്ട് എണീറ്റ് ഒരു 6 മണിയായപ്പോൾ എണീറ്റത്. പിന്നെ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ എണീറ്റ് ഒരു കോഫി കുടിച്ചു. ഞാൻ ഒന്ന് ഫ്രഷായി. അതിന് കണ്ണതേ ഫ്രഷ് ആവാൻ വേണ്ടി കയറി. ഒരു ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഉറക്കത്തിൻ്റെ ഒരു ഭയങ്കര ഒരു അഭാവമുണ്ട്. വെസ്റ്റേൺ ഡ്രസ് ആണെങ്കിലും സാരി ആണെങ്കിലും എന്ത് ഡ്രസ്സാണെങ്കിലും എനിക്ക് പൊട്ടില്ലാതൊരു ഇതേ ഇല്ല. പൊട്ട് വെച്ചില്ലെങ്കിൽ എനിക്കെന്തോ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് ഗൈസ്.
സോ ഓക്കെ, ഇന്ന് ഇച്ചിരി പരിഷ്കാരിയായിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ്. പക്ഷേ ഇന്നലത്തെ ഇവിടെ വാക്കിംഗ് സ്ട്രീറ്റിൽ പോകാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു ഡ്രസ്സ് ഇട്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഒരു നൈറ്റ് പാർട്ടിക്കൊക്കെ പോകണമെങ്കിൽ ദാറ്റ്സ് ഓക്കെ. ബട്ട് അല്ലാതെ നമ്മൾ ഇടുമ്പോൾ അത് എനിക്കങ്ങോട്ട് പറ്റത്തില്ല. അത്രയും ഒരു ആൾക്കാരുടെ അത്രയും അറ്റൻഷൻ എനിക്ക് വേണ്ട ഗൈസ്, അത് ശരിയാവത്തില്ല. എൻ്റെ വാച്ച് ഉണ്ടായിരുന്നേ, എനിക്ക് അത്രയും അറ്റൻഷനായിട്ട് താല്പര്യമില്ല, അത്രയും അറ്റൻഷൻ എനിക്ക് വേണ്ട ഗൈസ്. അതുകൊണ്ട് ഞാൻ ആ ഡ്രസ്സ് അങ്ങനെയാണ് ആ ഡ്രസ്സ് ആദ്യത്തെ ഡ്രസ്സ് മാറ്റിയത്. പക്ഷേ വെറുതെ വരരുത്, നൈറ്റ് പാർട്ടിക്കൊക്കെ നമ്മൾ ഒരുപാട് വാക്ക് ചെയ്യാതെ. പക്ഷേ ഇന്നലെ ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ വാക്കിംഗ് സ്ട്രീറ്റിൽ പോയിരുന്നെങ്കിലേ എൻ്റെ അടപ്പ് തെറിച്ചന് എന്ന് പറഞ്ഞാൽ നടക്കാനുണ്ട്. തിരിച്ചു വിടുന്നപ്പോൾ എനിക്കാണെങ്കിലും കണ്ണനാണെങ്കിലും കാലിൻ്റെ മസിൽസ് വേദനയും കാല് വേദനയും, കാരണം നടന്നിട്ടേ രണ്ടുപേർക്കും വയ്യായികളായിരുന്നു. ഞാൻ ഈ സൺസ്ക്രീനാണ് ഞാൻ എൻ്റെ കയ്യിലൊക്കെ ഇട്ടത് കേട്ടോ. ഇത് ന്യൂട്രിജനയുടെ അൾട്രാ ഷീൽഡ് ഡ്രൈ ടച്ച് സൺ ബ്ലോക്ക് ആണ്, 50+ അതിൻ്റെ SPF-ൻ്റെ. പക്ഷേ അടിപൊളിയാണ് കേട്ടോ, നല്ലതാണ്. നമ്മളെ ഇതിൽ പുറത്തേക്ക്, കാരണം വെയിൽ ചൂട് കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ, അപ്പം ഡേ ലൈറ്റിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സൺസ്ക്രീനിന് പറ്റും. ഞാനിപ്പോൾ ഇത് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. കഴിഞ്ഞില്ലേ? അവിടെ വലിയ കുളി തേവാരം എല്ലാം കഴിഞ്ഞ് ഇന്ന് വരുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞേക്കുന്നത് 6:30 to 8 ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്യണമെന്നാണ്. 8 ആകുമ്പോഴത്തേക്ക് വണ്ടി വരും. സോ എനിക്കറിയാൻ വയ്യ. ഇന്നും ഒരു ഓപ്പൺ സ്റ്റൈൽ തന്നെയാണ്. എന്നും ഹെയറിന് മാത്രം ഒരു മാറ്റവും ഇല്ല. എന്നെ പോലെ തന്നെയാണ് എൻ്റെ മുടിക്കും. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ഷോർട്ട് ഹെയറുള്ള ആൾക്കാരെ ഞാനിങ്ങനെ നമിക്കുന്നത് ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നറിയോ, അവർക്ക് ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ പോകാനായിട്ട് ഭയങ്കര ഈസിയാണ്. കാരണം അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. പക്ഷെ ലോങ് ഹെയറുള്ളവർ ഭയങ്കര എപ്പോഴും അങ്ങ് എന്ത് ഡ്രസ്സ് ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും മറ്റേ കുലസ്ത്രീ പെണ്ണുങ്ങളാണൊക്കെ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ലോങ് ഹെയർ സാരിയൊക്കെ കൊടുക്കുമ്പോഴാണെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെയുള്ള അട്ടല് വിട്ടല് കോസ്റ്റ്യൂം ഇടുമ്പം ഈ ഡ്രസ്സിൻ്റെ കാര്യം പറയാൻ മതി. ഇത് നമ്മുടെ പാർഷ എന്നുള്ള ഡ്രസ്സാണ് കേട്ടോ. പാർഷ വരുന്നിട്ട് വാൻഡ്രം ശാസ്ത്രമംഗലത്തിലെ പാർഷ വരുന്നുള്ള ഡ്രസ്സാണ്. സോ ഇന്നലെ ഞാൻ ഇട്ട ആ റെഡ് ഡ്രസ്സും പാർഷയെന്നാണ്. പക്ഷെ അത് എനിക്കിനി ന്യൂ ഇയർ പാർട്ടിക്ക് വേണം അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ഇട്ടും ഗൈസ്. പക്ഷെ ഇന്നലെ പറ്റിയില്ല. മോനെ, കണ്ണിന് വിടുന്ന സൺസ്ക്രീം കയ്യിലിടാമെന്ന് ഞാൻ പറഞ്ഞു. ഈ സൺസ്ക്രീൻ ഉണ്ടാകാൻ മതി, കാരണം ഇന്ന് നല്ല വെയിലത്തോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ വെറുതെ എന്തിനാ കൈ സൗന്ദര്യം കളയുന്നത് ആവുമല്ലേ. ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ലാസ്റ്റ് എനിക്ക് തന്നെ പണി കിട്ടും. കാരണം നാളെ തൊട്ട് ഈ സൺസ്ക്രീൻ വാങ്ങിച്ച് കയ്യിലും കാലിലും ഒക്കെ തേക്കാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല, വാവല്ലേ തേച്ചോട്ടെ. അതൊക്കെ കട്ടിക്കിട്ടോട്ടെ കയ്യിലൊക്കെ. അങ്ങനെ എൻ്റെ മുടിയുടെ പരിപാടി കഴിഞ്ഞ് അതുപോലെ തന്നെ ഈ ഹെയറിൻ്റെ പാർട്ടീഷനെ ഞാൻ ഇന്നലെ സൈഡ് പാർട്ടീഷനാണ് എടുത്തത്. പക്ഷെ എനിക്കൊരു സൈഡ് പാർട്ടീഷൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം സൈഡ് പാർട്ടീഷൻ ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സൈഡാണ് നമുക്ക് ഇഷ്ടം തോന്നുക. പക്ഷെ എനിക്ക് സെൻറ്റർ പാർട്ടീഷനാണ്. എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും സെൻറ്റർ പാർട്ടീഷനാണ് എനിക്കിഷ്ടം കേട്ടോ. പല ആൾക്കാരും പറയുന്നുണ്ട് ഹെയറിൻ്റെ പാർട്ടീഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാത്ത എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ന് വെള്ളത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ പിന്നെ വെള്ളത്തിലോട്ട് ചാടി ഇറങ്ങേണ്ടതാണ്. എന്താവോ എന്തോ. കഴിഞ്ഞ ഇടുന്ന കണ്ണിലിട്ട് ഒരു കൺസീലർ സ്റ്റിക്ക്, അത് ഹുദാ ബ്യൂട്ടിയുടെ ആണ് കേട്ടോ. അമൃത് എന്ന് പറഞ്ഞിട്ടുള്ള
310G. ഹുദാബിയുടെ അമൃതത്തിലെ 310G എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഇട്ടേക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ വാക്സ്. എൻ്റെ വാക്സ് കാണിച്ചു കൊടുക്ക്. എപ്പോഴും ഇടാറുള്ളത് IKTയുടെ വാക്സ് സ്റ്റിക്കാണ് ഹെയറിന് യൂസ് ചെയ്യുന്നത്. ഹെയർ ഇങ്ങനെ സ്പൈക്കി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. സോ പാറത്തില്ല. അല്ലേ കണ്ണു? അല്ലേ കണ്ണു? ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു പറ? വാക്കിംഗ് സ്ട്രീറ്റ് എങ്ങനെ ഉണ്ടായിരുന്നത്? വാക്കിംഗ് സ്ട്രീറ്റ് വേറെ ലെവൽ എന്ന് പറഞ്ഞ പോലെ അല്ലേ? ഞാൻ പറഞ്ഞു ഒറ്റയ്ക്കൊക്കെ ഒന്ന് പോകാൻ പറഞ്ഞു. ഒറ്റയ്ക്കൊക്കെ ഒന്ന് നടക്കാന്നൊക്കെ പോയിട്ട് എന്നെ ആരും ഒന്നും മൈൻഡ് ചെയ്തില്ല കേസ്. കുറച്ചു നേരം ഞാൻ ഒറ്റയ്ക്കൊക്കെ വിട്ടായിരുന്നു അങ്ങോട്ട്. ആരും എന്നെ മൈൻഡ് ചെയ്തില്ല. പക്ഷെ അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. ഭയങ്കര അയ്യോ എന്ത് നല്ല സുന്ദരികളാ, ഭയങ്കര രസമുണ്ട്. ക്യൂട്ട് ഗേൾസ്. പബ്ബുകളും ബാറുകളും ക്ലബ്ബുകളും നിറഞ്ഞ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ്. റഷ്യൻ വേണോ, ഇറ്റാലിയൻ വേണോ, സ്പാനിഷ് വേണോ, മലയാളി വേണോ, പഞ്ചാബി വേണോ എന്നൊക്കെ ചോദിക്കുന്നത്. പിന്നെ ഡാൻസ് ബാറുകൾ അടിപൊളിയായിട്ടോ, നല്ല രസമുണ്ട്. പിന്നെ നോക്കുമ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ ജീവിക്കാനായിട്ട് വേറെ ആക്സസ് ഇല്ലല്ലോ, അവരുടെ ലൈഫാണ്. അങ്ങനെ നിൽക്കുന്ന കുറേ ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്ക് ഒത്തിരി ആളുകളുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വന്നപ്പോൾ അവർ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. സ്മൂത്ത് ആൻഡ് ഗ്ലോയി ആയിട്ടുള്ള ഭയങ്കര എല്ലാവരുടെ സ്കിന്നും ഒരുപോലെ ഇരിക്കുന്നു അല്ലേ കാണാം? ഇവിടെയുള്ള ആൾക്കാരില്ല. ഇച്ചിരി പെർഫ്യൂം തരുമോ? അത് മാത്രമേ ഞാൻ നിങ്ങളോട് ചോദിക്കത്തുള്ളൂ, വേറെ ഒന്നും ചോദിക്കത്തില്ല. വേറെ അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു പൊടിക്കൊരു കളറിൻ്റെ ഒരു ചെറിയ സ്മോൾ വ്യത്യാസമുണ്ട്. പെർഫ്യൂം കുളിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അതുവരെ ഇഷ്ടമാണ്. ഒരേ കളർ അല്ലെങ്കിലും പച്ചക്കുതിര ബാഗ് ഇട്ടോ പോകാം. ഇതിന്റെ സാധനമല്ല കേസ്, ഇത് മൊത്തം ഉള്ള സാധനമാണ്. യൂസ് ചെയ്യുന്നതല്ല ആരാ? ഞാനാണ്. യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഓക്കെ, നേരെ പള്ളി പരിപാടി തുടങ്ങാൻ പോകണം. ഇന്നത്തെ ഓട്ടം ചാട്ടം തുടങ്ങാൻ പോകണം. സമയം ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ടൊക്കെ പോയിട്ടൊക്കെ അല്ലെങ്കിൽ സിംഗിളായിട്ട് ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പറ്റിയ സ്ഥലമാണ്. ഈ സ്ഥലമല്ല, നമ്മുടെ ഇത് വാക്കിംഗ് സ്ട്രീറ്റ് കേട്ടോ. പക്ഷെ ഭയങ്കര രസമാണ്, ഭയങ്കര വൈബാണ്, ഭയങ്കര നല്ല ക്രൗഡഡ് ആയിട്ടുള്ള നല്ല പ്ലേസാണ് വാക്കിംഗ് സ്ട്രീറ്റ്. നല്ല തിരക്കാണ്. പിന്നെ ഭയങ്കര ഡിഫറെൻ്റ് ഓഫ് മ്യൂസിക്സ്, ഭയങ്കര ഒത്തിരി ഓരോ സ്ഥലത്തും ഓരോ ഇതിലും ഭയങ്കര മ്യൂസിക്കും ഒക്കെ ഉള്ള നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. ഇഷ്ടമായിരുന്നു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടോന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടോ? കണ്ടത് അവരെ കണ്ടോ കണ്ടപ്പോ ഞാൻ കണ്ടതേ ഇല്ല, ശ്രദ്ധിച്ചതേ ഇല്ല. കേട്ടോ അങ്ങനെ ഒന്നും നോക്കാറേ ഇല്ല, ആരെ അങ്ങനെ ശ്രദ്ധിക്കാറേ ഇല്ല. എന്നാൽ എങ്ങനെയൊക്കെ അത് നോക്കിട്ട് ഇങ്ങനെ നിൽക്കാറുള്ളൂ. സോ ഇന്നസെന്റ് ബോയ് ആണ് മോൻ. എനിക്ക് ഇഡലി വെക്കണം, എനിക്ക് ഇഡലി തരാം. ഇഡലി തരുമെന്ന് ഞാൻ യാചിച്ച് ചോദിച്ചു കാണാം. രണ്ടെണ്ണം എനിക്ക് ഈ സാധനം കൊടുക്കാറുണ്ട്. വേണ്ട, ഈ സൈഡിൽ വെച്ചോ മക്രോണി. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഞാൻ ഡയറ്റാണ് ഗൈസ്, വളരെയധികം ചുരുക്കി, വളരെ കുറച്ച്, ഇച്ചിരി ക്വാണ്ടിറ്റി വളരെ കുറച്ച്. കണ്ണ് ഭയങ്കര ഡയറ്റാണെന്ന് തോന്നുന്നു, ഒട്ടും കഴിക്കത്തില്ല.
എനിക്ക് സാമ്പാറുണ്ട്, ചട്നി ഇല്ല. എനിക്ക് ചട്നി ഇല്ല തോന്നിട്ട്. ഇതിലേക്ക് സാമ്പാറൊന്നുമില്ല. വേണം അവിടെ വയ്ക്കും. ഇല്ല അങ്ങനെ ചെയ്യാനുണ്ട്. ഡയറ്റ് അതുകൊണ്ട് മാത്രം രണ്ടെണ്ണം ഡയറ്റ് കൊണ്ട് മാത്രം കേട്ടോ 2 പീസ് അത്രേ ഉള്ളൂ. ഇഡ്ഡലിക്ക് അത് വേറെ ബൗളിലെടുക്കാം. അത് നന്നായി മതി. പിന്നെ പുറത്തേക്ക് ഒഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. അവിടെ ഉണ്ട്, ബൗളുണ്ട്, നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് കൊണ്ടുപോകാം. കാരണം ഇഡ്ഡലി വേണ്ടേ? ഓക്കെ. ഇത് അവിടെ അത് തന്നെ അവിടെ ഉണ്ടാവും. ചോദിച്ചു നോക്ക്, തരുമായിരിക്കും. വലുതെടുക്കുകയാണ്. ഓ സെയിം ആണ്. ബിഗ് ബോസ് ഒരു പിന്നെ ഊരത്തില്ല. ഇത് പിന്നെ നീ ഫുൾ ടൈം എൻ്റെ തോളെ തന്നെ കിടക്കും. ആക്ച്വലി ബിഗ് ബോസ് ബാഗ് ആണല്ലേ ഇട്ടേക്കുന്നത്? മൈക്കൊക്കെ ഉള്ള ബിഗ് ബോസ് ബാഗ്. macaroni was nice. പൂരി സാമ്പാറാണ് എടുത്തേ. പൂരി ബാജി ബാജിയാണോ? പക്ഷെ സാമ്പാർ അത് രണ്ടും ഒരേ കളറ്. ബാജി ഇല്ലല്ലോ, കള്ളക്കറിയാണ്. ചന്ന പട്ടവരാണോ? ചന്നയാണ്, ചന്ന അല്ലേ? എന്താണ് നമ്മളെന്താണ് ഈ കഴിക്കുന്നത്? എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. ഡയറ്റാണ്. മക്രോണി വാരി വെതറിയിട്ടത്. മക്രോണി വാരി വെതറിയിട്ടത്. 2 ഇഡ്ഡലി. ഇഡ്ഡലി ഒരു ഭംഗിക്ക് വെച്ചേക്കുന്നതാണ് പറയാം. ഇഡ്ഡലി എടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ഇഡ്ഡലി വേണ്ടായിരുന്നു എന്ന് തോന്നിയത്. കാരണം ഇഡ്ഡലി നല്ല റബ്ബർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തെറിച്ചങ്ങ് അയൽവക്കത്തെ പറമ്പിൽ പോയിട്ട് വരും. ഇഡ്ഡലി കഴിക്കാൻ വീട്ടിൽ നിന്ന് കഴിച്ചപ്പോൾ ആരിത് പറയുന്നത്? ദോശ ഇഡ്ഡലി ഞാൻ ദോശ കഴിച്ചില്ല. ഒറ്റ ദോശ എടുക്കില്ല. ഞാൻ പൂരി എടുക്കുന്നത്. ഒന്നും പൂരി എടുക്കുന്നത്. പൂരി എന്താ വീട്ടിലില്ലേ? ഇല്ല, പൂരി പക്ഷെ എല്ലായിടത്തും മയം കിട്ടുന്നതാണ്. നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. ഇഡ്ഡലി ഇപ്പം എല്ലായിടത്തും കിട്ടുമെന്ന് മനസ്സിലായല്ലോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഇഡ്ഡലി ഇവിടെ കിട്ടുമെന്ന് മനസ്സിലായില്ലേ? വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടില്ല, പക്ഷെ ഇഡ്ഡലി എല്ലാം കിട്ടും. തായ്ലാൻഡിലെ ഈ തെരുവ് വീതികളിലൂടെ നിങ്ങൾ എന്താണ് കാണുന്നത്? ബസ് വന്നു. ബിഗ് ബോസ് ആയിട്ടാണ് കാണാൻ വരുന്നത് കേട്ടോ. മനസ്സിലാക്കാം എന്താ? ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്ന് കണ്ണാടി എടുക്കാത്തതുകൊണ്ട് അടിപൊളി വെയിലുണ്ട്. സൂപ്പർ വെയിൽ, ഇഷ്ടപ്പെട്ടു. കണ്ണാടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് വെയിൽ ഉണ്ടാകത്തില്ലായിരുന്നു. സോ ഇന്ന് കണ്ണാടി എടുക്കാത്തത് കൊണ്ടാണ്. എന്താ ചെയ്യുന്നത് അവിടെ? സിഗ്നലൊക്കെ അടിക്കുന്നത്. ഏറ്റവും എന്തെന്നറിയോ, കൊടയൊക്കെ എടുത്തിട്ട് എനിക്ക് ഹർഷേസ് കൊടയൊക്കെ കൊണ്ടുവന്നു ഇവിടെ. ആ ഇവിടെ ഒരാളെ കണ്ണാടി പോലെ എടുത്തില്ല. എല്ലാവരും കണ്ണാടി അവര് കണ്ണാടി വാങ്ങുന്നുണ്ട്. ഒരു വാങ്ങുകയാണ് അവര്, എന്തെങ്കിലും ഒരു കണ്ണാടി വാങ്ങാൻ. ഇല്ല മേടിക്കില്ല. 100 രൂപയ്ക്കൊക്കെ ഒത്തിരി കോസ്റ്റ്ലിയാ. അലകൈൻ എടുക്കണോ? 80 തരാന്ന്. 80 നമ്മള് ഞാൻ എടുത്ത്
ഒരു ഫോട്ടോ എടുത്തില്ല. ഫോട്ടോ എടുക്കാം. പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ. വാ 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 വാ. നേരത്തെ നമ്മളിലൂടെ അല്ലല്ലോ ഇപ്പോൾ വരുന്നത്. കോസ്റ്റ്യൂം കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. കണ്ണു കൺമണി ഇതിന്റെ ഫ്ലവർ കറക്റ്റ് ആയിട്ടാണ് നമുക്ക് കെട്ടെടുത്ത് ഫ്രണ്ടിലേക്ക് ഈ കെട്ട് വരുന്ന രീതി വെക്ക്. സൈഡില് സൈഡ് ആ കെട്ട് സൈഡിലാണ് ഒരു സൈഡ്. ഇത്രയും ദിവസം സ്കിൻ കെയറും ഒറ്റ ദിവസം കൊണ്ട് ഇന്ന് അടിപൊളിയായി പോകുന്നതാണ് തോന്നുന്നത് കേട്ടോ. സൂപ്പറായിട്ട് അല്ലേ കണ്ണു? കിട്ടില്ല വെയിൽ കേട്ടാ. പൊളി വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. എല്ലാവരും കുട എടുത്തു, നമ്മൾ മാത്രം കുട എടുത്തില്ല. പറയണ്ടേ ഈ സൈഡ് മൊത്തം ഇന്ന് കണ്ടോ. ഇന്ന് ഫുൾ ഐലാൻഡിലാവുന്നുണ്ട്. ഫുൾ വെയിലത്താണ്. ഇവിടെ കുട മേടിക്കാൻ കിട്ടും കേട്ടോ. 1000 രൂപ കൊടുക്കുന്നു. പിന്നെ നമുക്ക് പറ്റിയ ഏറ്റവും അബദ്ധം കുട എടുത്തില്ല. 2 കുട വീട്ടിൽ നിന്ന് ചെമന്നുണ്ടോ. വീട്ടില് സൂക്ഷിച്ച് ഭയങ്കര ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് വീട്ടില് റൂമില്. അതെടുത്തില്ല. അപ്പോഴാണ് ഇവിടെ ഏറ്റവും അടിപൊളിയായിട്ട് വെയിൽ പോകുന്നത്. ഇവിടെ കയറിയപ്പോൾ എന്തൊരു ആശ്വാസമല്ലേ കണ്ണ. അതിൽ പോയാലേ പാരാഗ്ലൈഡിന് പോകുന്നുണ്ട്. നിങ്ങളൊക്കെ ബ്ലോഗ് എടുക്കണം കേട്ടോ. ഞാൻ പാരാഗ്ലൈഡിന് പോകുന്നുണ്ട്, പക്ഷേ കണ്ണൻ വരുന്നില്ല. കണ്ണൻ അണ്ടർ സീ വാട്ടർ ബാക്കി 3 ഇതിന് കണ്ണൻ വരുന്നുണ്ട്. പക്ഷേ അയ്യോ വരുന്നില്ല. എനിക്ക് വയ്യ. എനിക്ക് ബാഗിട്ടേരാ വരുന്നില്ലേ? അങ്ങനെ കേസ് പാര റൈഡിങ്ങിന് പോവാണ്. ബീവി സൈഡ് ഓക്കെ. ഇങ്ങോട്ടോ കൂടി. ഒന്ന് പൊക്ക് വെക്കേ. എന്റെ പൊന്നടി. She's flying. കണ്ണട ഇവിടെ വന്നു. കണ്ണട പറക്കും.
പാരാഗ്ലൈഡിങ് പോയത് ഓയിലേറുന്നെങ്കിൽ എന്റെ മുന്നേ ഭയങ്കര ഫസ്റ്റ് പേടിച്ചു കണ്ട ഒരാൾ പേടിച്ചിരിക്കുന്നു പോകാതെ ഒത്തിരി പേടി പോയിട്ട് എന്തെങ്കിലും പറഞ്ഞ സൂപ്പർ എക്സ്പീരിയൻസ് അടിപൊളിയാണ് ഇതിലാണെന്ന്. പക്ഷേ ഇവിടെ എത്ര പറഞ്ഞിട്ട് അങ്ങോട്ട് ഹൈറ്റ് ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പോകുന്നില്ല. പക്ഷെ സൂപ്പറായിട്ട് ലൈഫിൽ ഒരു തവണ എങ്കിലും എക്സ്പീരിയൻസ് തന്നെ പാരാഗ്ലൈഡിങ്, അതുപോലെ തന്നെ ഇത് ഡൈവിങ്, സ്കൈ ഡൈവിങ്, ഈ രണ്ട് സാധനങ്ങളും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അത് കൂടുതലായിരുന്നു. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. മോനെ പോടാ ടൈം പാരാഗ്ലൈഡിങ് കഴിഞ്ഞിട്ട് അടുത്ത് വന്ന അണ്ടർ സീ വാക്കിങ്ങിനാണ് കേട്ടോ. പക്ഷേ എനിക്ക് അത്രയും ഭയങ്കര ഒരു നല്ല ഇതായിട്ട് തോന്നിയില്ല. കാരണം ഇത് ഭയങ്കര ഒരു കൺജസ്റ്റഡ് കുറച്ച് സ്പേസിലാണ് അത് അവർ തന്നെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന, കടലിനടിയിൽ തന്നെ ഒരു സ്പേസിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. പക്ഷേ നമുക്ക് തലയിൽ വയ്ക്കുന്നൊരു ഹെൽമെറ്റൊക്കെ ഭയങ്കര വെയിറ്റ്, അത് പുള്ള് ചെയ്യുന്നുണ്ട് മുകളിലേക്ക്. അപ്പോൾ ഒരു കൈ കൊണ്ട് നമ്മളത് പിടിക്കണം, പിന്നെ ഒരു കൈ കൊണ്ട് അവിടെ ഒരു കമ്പിയുണ്ട് അതിൽ പിടിച്ച് വാക്ക് ചെയ്യണം. സോ അത് ഇച്ചിരി ഒരു ഇതായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ കണ്ണൻ വളരെ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാനാണ് വീഡിയോ എടുക്കുന്നത് വെള്ളത്തിനടിയിലേക്ക് ഫോൺ കൊണ്ടുപോയിട്ട്. അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഫോണുണ്ട്, ഒരു കയ്യിൽ ഹെൽമെറ്റ് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അതെനിക്കൊരു കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ കണ്ണൻ ഇറ്റ്സ് ഓക്കെ. പുള്ളിക്കാരൻ നോർമലി പൊതുവേ വെള്ളത്തിനുള്ളിൽ പേടിയാണ് കാണാൻ, വെള്ളത്തിൽ അങ്ങനെ ഇറങ്ങാറില്ല. പക്ഷേ ഇത് നമ്മളെ ബോഡിയെല്ലാം നനയും, പക്ഷേ ശ്വസിക്കാനൊക്കെ പ്രശ്നമില്ല. പക്ഷേ ഈ ഹെൽമെറ്റ് ഓക്സിജൻ വരുന്നതാണ് നമുക്ക്. അപ്പോൾ അതിങ്ങനെ മുകളിലേക്ക് നമ്മളിങ്ങനെ പുള്ള് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ കാണാനൊക്കെ നല്ല രസമാണ്. നമ്മൾ കയ്യിൽ ഫുഡ് വെച്ച് കൊടുക്കുമ്പം മീനെല്ലാം വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, പല വെറൈറ്റി ഓഫ് ഫിഷ് ഉണ്ട്. നല്ല രസമാണ്, ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഹലോ, എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് ചരിത്രം സൃഷ്ടിച്ചതാണ്. കാരണം വെള്ളത്തിന്റെ ഇങ്ങനെ ഒരു പേടിച്ച് തൂർന്നേണ്ട ആള് വെള്ളത്തിന്റെ അടിയിൽ. സൂപ്പർ ബ്യൂട്ടിഫുൾ കണ്ണാണ്. ഓസം മാൻ. നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ട, ഇത് പറ്റത് ഇതിലും നമുക്ക് കയറാം. രാവിലെ ഇവിടെ അംഗം കഴിഞ്ഞിരിക്കും. ബീച്ചിലിറങ്ങി ബീച്ചും കണ്ട് അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. നനഞ്ഞിരിക്കുക. പക്ഷെ ഇവിടെ വന്നിട്ടാണ് വർക്ക് ആയതാന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ഈ രാവിലത്തെ ട്രിപ്പ് അല്ലേ, ആക്ടിവിറ്റീസും ഒക്കെ എല്ലാവരും ഒന്ന് ഓൺ ആയത് ഇന്നാണ്. എല്ലാവരും ആക്റ്റീവായി. അതെ,
അടിപൊളിയായിരുന്നു. പോർട്രേറ്റിനാണോ ആ ബാക്ക്ഗ്രൗണ്ടിൽ പട്ടാന്റെ ചെയ്യണം അതിനപ്പോ മതി പോസിറ്റോไอ้ที่แจ้งเข้ากิ่งแล้วแจ้งเข้าแต่ตรงไหนอ่ะ นี่เห็นไหมนิ้วนี้กับนิ้วจะไม่เหมือนกันเห็นไหม അയ്യോ ഇറ്റ്സ് ഓസം അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ ട്രാവലിംഗ് കഴിഞ്ഞിട്ട് പട്ടായ സിറ്റി ബീച്ച് ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. ലഞ്ചും കഴിച്ചത് പോലെ ഇത് ഇച്ചിരി ഇളകിയ ദിവസമാണ്. ഒന്ന് മൊത്തത്തിലൊന്ന് ഇളകി, എല്ലാവരും ഇളകി കേട്ടാ. നമ്മൾ ഇനിയിപ്പോ പോയിട്ട് ഒരു 1 hour റെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്രഷ് ആവണം. എന്നിട്ട് ഡ്രസ്സൊക്കെ ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. അടുത്ത ആക്ടിവിറ്റീസ് സോ ഇനിയും പട്ടായ വിശേഷങ്ങൾ തുടർന്നതായിരിക്കും. അപ്പൊ ഈ വ്ലോഗ് ഭയങ്കര നീണ്ടു പോകുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടവർ ലൈക്ക് ഷെയർ ചെയ്യുക, കാണാത്തവർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.